പ്രോസസ് ഓഫ് പോപ്പുലേഷൻ ചേഞ്ച് അല്ലെങ്കിൽ പോപ്പുലേഷൻ ഗ്രോത്ത്. പോപ്പുലേഷൻ ഗ്രോത്തിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് ബർത്ത് റേറ്റ്, രണ്ട് ഡെത്ത് റേറ്റ്, മൂന്ന് മൈഗ്രേഷൻ. ബർത്ത് റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1000 പേരിൽ ഒരു വർഷം എത്ര പേരുണ്ടായി, പുതിയതായിട്ടുണ്ടായി, അതാണ് ബർത്ത് റേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ 1000 പേരിൽ എത്ര പേര് മരിച്ചുപോയി എന്നുള്ളതാണ് ഡെത്ത് റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇപ്പൊ ഇന്ത്യയിൽ ബർത്ത് റേറ്റ് ഡെത്ത് റേറ്റിനേക്കാളും കൂടുതലാണ്. കുറെ കാലം മുന്നേ ബർത്ത് റേറ്റ് ഭയങ്കര കൂടുതലും ഡെത്ത് റേറ്റ് ഭയങ്കര കുറവായിരുന്നു. അപ്പൊ അങ്ങനെ വരുമ്പം ഈ ഒരു പോപ്പുലേഷനിൽ ഒരു ടൈറ്റ്നെസ് വരാൻ സാധ്യതയുണ്ട്. പോപ്പുലേഷൻ ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതേസമയം ഇപ്പം ബർത്ത് റേറ്റ് ഡെത്ത് റേറ്റിനേക്കാളും കൂടുതലാണ്. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് അറിയാം, മൈഗ്രേഷൻ. മൈഗ്രേഷൻ എന്ന് പറയുന്നത് വേറൊരു രാജ്യത്തേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നുണ്ട്, അതുപോലെ സ്വന്തം രാജ്യത്തിനകത്ത് തന്നെ ഒരു സ്ഥലത്തേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നുണ്ട്, അല്ലേ? അതായത് നിങ്ങൾ നിങ്ങളുടെ ഗ്രാമത്തിൽ ജീവിക്കുന്നു, അവിടുന്ന് ഇപ്പൊ നിങ്ങൾ കേരളത്തിലെ ഒരു കുഗ്രാമത്തിൽ ജീവിക്കുന്നു. പക്ഷെ നിങ്ങൾക്ക് നല്ലൊരു ജോലിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഡൽഹിയിൽ പോയി സെറ്റിൽ ചെയ്യുന്നു. അതൊരു തരം മൈഗ്രേഷനാണ്. പക്ഷെ അത് നമ്മുടെ രാജ്യത്തിനകത്ത് നടക്കുന്നതുകൊണ്ട് പോപ്പുലേഷനിൽ കാര്യമായിട്ടുള്ള വ്യത്യാസം അവിടെ വരുന്നില്ല. അതേസമയം വേറൊരു സ്ഥലത്ത് നിന്ന് വേറൊരു രാജ്യത്തേക്ക് നമ്മൾ പോകണം. ഇപ്പൊ കേരളത്തിലെ ഒരു കുഗ്രാമത്തിൽ നിന്ന് ന്യൂസിലാൻഡിലേക്ക് പോവാണ്, അല്ലെങ്കിൽ കേരളത്തിലെ ഒരു കുഗ്രാമത്തിൽ നിന്ന് അയർലൻഡിലേക്ക് പോവാണ്. അപ്പൊ ഇങ്ങനെ വേറെ സ്ഥലത്തോട്ട് പോകുമ്പോൾ നമ്മുടെ പോപ്പുലേഷൻ അതിനനുസരിച്ച് കുറയുകയാണ് ചെയ്യുന്നത്. വേറെ ആൾക്കാർ ഇന്ത്യയിലേക്ക് വന്ന് കുടിയേറി താമസിക്കുമ്പോഴും ഇവിടെ പോപ്പുലേഷൻ കൂടുതലാണ് സംഭവിക്കുന്നത്. ഇത് നേരെ തിരിച്ച് മറിച്ച് സംഭവിക്കാം.